മിഡിൽ ഈസ്റ്റ് എന്ന ഭൗമരാഷ്ട്രീയ അഗ്നിപർവ്വതം ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി തുടർന്നിരുന്ന നിഴൽ യുദ്ധങ്ങൾ അവസാനിക്കുകയും വൻ ശക്തികൾ നേരിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങുകയും ചെയ്യുന്ന ഭീകരമായ കാഴ്ചയ്ക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനുമേൽ നടത്തിയ അതിശക്തമായ വ്യോമ ആക്രമണങ്ങളും അതിന് ഇറാൻ നൽകുന്ന പ്രത്യാക്രമണങ്ങളും ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. ഇറാന്റെ സൈനിക പ്രതിരോധത്തെ എന്നേക്കുമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ പ്രതിരോധ സേന 5000-ഓളം ബോംബുകൾ ഇറാന്റെ വ്യോമ മേഖലയിൽ വർഷിച്ചത്. ഒരു പരമാധികാര രാജ്യത്തിന് മേൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കാം. ഇസ്രയേലിന് പിന്നാലെ അമേരിക്കയും രംഗത്തെത്തി. ഇറാന്റെ അത്യാധുനിക മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ഡ്രോൺ നിർമ്മാണശാലകൾ, ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള 2000-ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ തങ്ങളുടെ ആക്രമണം നടത്തിയതായി വാഷിംഗ്ടൺ സ്ഥിരീകരിച്ചു. ഇറാന്റെ സൈനിക ശേഷിയെ പാടെ ഇല്ലാതാക്കി അവരെ ഒരു നിരുപാധിക കീഴടങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഈ സംയുക്ത നീക്കത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. തങ്ങളുടെ മണ്ണിലുണ്ടായ വൻ നാശനഷ്ടങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി അതിശക്തമായിരുന്നു. ഏകദേശം 500 ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ആത്മഹത്യാ ഡ്രോണുകളുമാണ് ഇറാൻ ഒരേ സമയം തൊടുത്തത്. അമേരിക്കൻ നേവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ സ്ഥിരീകരിച്ച ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അത്ര പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല എന്നാണ്. വർഷങ്ങളായി ഇറാൻ നിർമ്മിച്ചെടുത്ത ഭൂഗർഭ മിസൈൽ നഗരങ്ങളും വികേന്ദ്രീകൃത സൈനിക യൂണിറ്റുകളും ഈ ആക്രമണത്തെ അതിജീവിക്കാൻ അവരെ സഹായിച്ചു. 5000 ബോംബുകൾ വീണിട്ടും 5000-ത്തിലധികം മിസൈലുകളുമായി തിരിച്ചടിക്കാൻ ഇറാന് കഴിഞ്ഞത് പാശ്ചാത്യ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ കണക്കുകൂട്ടലുകളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. യുദ്ധം ഇറാൻ അതിർത്തികൾ കടന്ന് അയൽ രാജ്യങ്ങളിലെ അമേരിക്കൻ താൽപര്യങ്ങളിലേക്ക് പടരുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അറേബ്യയിലെ അരാംകോയുടെ റാസ് തനൂറ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണം ലോകത്തെ ആകെ ആശങ്കയിലാഴ്ത്തി. ആഗോള എണ്ണ വിതരണത്തിന്റെ നട്ടലായ അരാംകോയ്ക്ക് നേരെയുള്ള ആക്രമണം എണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കും. ഇതിനു പുറമെ സൗദി അറേബ്യയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന CIA താവളങ്ങളിൽ ഇറാന്റെ ഡ്രോണുകൾ പതിച്ചുവെന്ന ഔദ്യോഗിക സ്ഥിരീകരണം അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അമേരിക്കയുടെ രഹസ്യാന്വേഷണ കണ്ണുകളെ പോലും വെട്ടിച്ച് ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ ഇറാന് കഴിയുന്നത് യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ളതാണ്. ഇറാനുമായുള്ള യുദ്ധം അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതോടെ ഗൾഫ് മേഖലയാകെ ഭീതിയിലാണ്. സമാധാനത്തിന്റെ കേന്ദ്രമെന്ന് കരുതപ്പെട്ടിരുന്ന UAEക്ക് നേരെ 129 ഡ്രോണുകളും 3 മിസൈലുകളുമാണ് ഇറാൻ തൊടുത്തത്. ഇതിൽ വിദേശികൾ അടക്കം 3 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് അന്താരാഷ്ട്ര നിക്ഷേപകരെയും വിനോദസഞ്ചാരികളെയും പിന്നോട്ടടിപ്പിക്കും. അമേരിക്കൻ 5ാം നാവികപ്പടയുടെ താവളമുള്ള ബഹ്റൈനിൽ ലക്ഷ്യമാക്കി 74 മിസൈലുകളും 95 ഡ്രോണുകളുമാണ് എത്തിയത്. ഇതോടെ മേഖലയിലെ വ്യോമ സുരക്ഷാ സംവിധാനങ്ങൾ പരാജയപ്പെടുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഊർജ്ജ വിപണിയിലെ നിർണായക ശക്തിയായ ഖത്തർ തങ്ങളുടെ പ്രകൃതിവാതക ഉൽപ്പാദനം പൂർണ്ണമായി നിർത്തിവെച്ച് വാർത്താ ലോകത്തിന് വൻ ആഘാതമാണ് നൽകുന്നത്. യൂറോപ്പും ഏഷ്യയും ഇന്ധനത്തിനായി വലിയ തോതിൽ ആശ്രയിക്കുന്ന ഖത്തറിന്റെ ഗ്യാസ് നിലയ്ക്കുന്നത് ആഗോള ഊർജ്ജ പ്രതിസന്ധിക്കും കാരണമാകും. ഇറാൻ സൈന്യത്തിന് വേണ്ടി ചാരവൃത്തി നടത്തിയവരെ ഖത്തർ അറസ്റ്റ് ചെയ്തതും അതിന് മറുപടിയായി ഖത്തറിന് നേരെ ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചതും സംഘർഷം എത്രത്തോളം സങ്കീർണമാണെന്നും വ്യക്തമാക്കുന്നു. ഈ യുദ്ധം ഒരു രാജ്യത്തോ പ്രദേശത്തോ ഒതുങ്ങി നിൽക്കുന്നില്ല. ലോകത്തെ എല്ലാ കോണുകളിലേക്കും സാധാരണക്കാരനെ ഇത് ബാധിക്കും. അരാംകോ ആക്രമിക്കപ്പെടുന്നതും ഹോർമുസ് കടലിടുക്ക് യുദ്ധമുനയാകുന്നതും എണ്ണവില ബാരലിന് $150 മുകളിൽ എത്താൻ കാരണമാകും. ഇത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിനും വഴിവെക്കും. ഗൾഫ് രാജ്യങ്ങളിലെ നിക്ഷേപങ്ങൾ വൻതോതിൽ പിൻവലിക്കപ്പെടുന്നത് ലോക ഓഹരി വിപണികളിൽ വൻ തകർച്ചയുണ്ടാക്കും. ലക്ഷക്കണക്കിന് പ്രവാസികൾ വസിക്കുന്ന ഗൾഫ് മേഖലയിലെ യുദ്ധം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും സുരക്ഷയും നേരിട്ട് ബാധിക്കും. പ്രവാസികളുടെ സുരക്ഷയും തിരിച്ചുവരവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് സംഘർഷം ഇപ്പോൾ നിയന്ത്രണ അതീതമായിരിക്കുകയാണ്. 5000 ബോംബുകളും 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് അഗ്നിപർവ്വതങ്ങൾ തീർക്കുമ്പോൾ അത് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയാണ് ചുട്ടുകരിക്കുന്നത്. സൈനികമായ വിജയത്തെക്കാൾ മാനുഷികവും സാമ്പത്തികവുമായ ദുരന്തത്തിലേക്കാണ് ഈ പാത നീളുന്നത്. അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ലോകം ഇന്നുവരെ കാണാത്തൊരു വലിയ തകർച്ചയിലേക്കാകും ഈ സംഘർഷം വിരൽ ചൂണ്ടുന്നത്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം പടരുമ്പോൾ ഏകദേശം 90 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഇന്ത്യൻ സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. യുദ്ധം UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അടിയന്തരമായ ഒരു മൾട്ടി ലെയർ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കേണ്ടതുണ്ട്. ആദ്യഘട്ടമായി യുദ്ധമേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കൽ ഓപ്പറേഷൻ ഗംഗ അല്ലെങ്കിൽ ഓപ്പറേഷൻ കാവേരി മാതൃകയിൽ വിപുലമായ ഒരു രക്ഷാ ദൗത്യം ആസൂത്രണം ചെയ്യണം. ഇതിനായി എയർ ഇന്ത്യ വിമാനങ്ങൾക്കൊപ്പം ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളും സജ്ജമാക്കേണ്ടതുണ്ട്. രണ്ടാമതായി, ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ഡെസ്കുകളും
ഓഫീസുകളും കൺട്രോൾ റൂമുകളും തുറക്കണം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന പ്രവാസികളുടെ ജീവൻ സംരക്ഷിക്കാൻ നയതന്ത്ര തലത്തിൽ ഇറാനുമായും അറബ് രാജ്യങ്ങളുമായും ഇന്ത്യ നിരന്തരം സംസാരിക്കണം. ഭക്ഷ്യലഭ്യതയും കുടിവെള്ളം തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പ്രവാസികൾക്ക് അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള സംവിധാനവും ഇന്ത്യ ഒരുക്കണം. തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങി വരുന്നവർക്കായി പ്രത്യേക പുനരധിവാസ പാക്കേജുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ആലോചിക്കേണ്ടതാണ്. പ്രവാസികളുടെ സുരക്ഷ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെ തന്നെ ഭാഗമായി കണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം.